സാധാരണയായി നമ്മളെല്ലാവരും എങ്ങനെയാണ് വാഹനത്തിൽ നിന്ന് ഇറങ്ങുന്നത്? നമ്മൾ ഇങ്ങനെ വാഹനം കൊണ്ട് നിർത്തുന്നു, അതിനുശേഷം ഡോർ ഇങ്ങനെ തുറന്ന് അലക്ഷ്യമായിട്ട് പെട്ടെന്ന് ഇങ്ങനെ ഇറങ്ങും. ഇങ്ങനെ ഇറങ്ങിയാൽ വരുന്ന കുഴപ്പം എന്താണ്? ഏതെങ്കിലും കാൽനട യാത്രക്കാരോ അല്ലെങ്കിൽ സൈക്ലിസ്റ്റുകളോ അല്ലെങ്കിൽ മറ്റു വാഹനങ്ങളോ ചിരിപ്പാഞ്ഞ് വരുന്നുണ്ടെങ്കിൽ അവരെ ഇടിക്കാനുള്ള സാധ്യത, നമ്മുടെ ഡോർ അവരെ തട്ടി അപകടമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എങ്ങനെ വേണം നമുക്ക് വാഹനത്തിൻ്റെ ഡോറിൽ നിന്ന് ഇറങ്ങാൻ? അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. റിവ്യൂ മിറർ നോക്കിയിട്ട് പിറകിൽ നിന്നും വാഹനങ്ങളൊന്നും വരുന്നില്ല എന്ന് ഉറപ്പാക്കുക. നമ്മുടെ വലതുവശത്തെ മിറർ നോക്കിയിട്ട് വലതുവശത്തുകൂടെ വാഹനങ്ങളൊന്നും വരുന്നില്ല എന്ന് ഉറപ്പാക്കുക. മുന്നിൽ നിന്നും വാഹനങ്ങളൊന്നും വരുന്നില്ല എന്ന് ഉറപ്പാക്കുക. മിററിൽ കിട്ടാത്ത അല്ലെങ്കിൽ നമ്മുടെ ഈ ബ്ലൈൻഡ് സ്പോട്ടിലുള്ള ഒബ്ജക്ട്സുകൾ അതുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ഷോൾഡർ ഇങ്ങനെ തിരിച്ച് ഇങ്ങനെ തന്നെ നമ്മൾ നോക്കുക. നമ്മുടെ ഡോറിൽ നിന്നും അകലെയുള്ള കൈകൾ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഈ ഇടതുവശത്തെ കൈ അല്ലെങ്കിൽ ഈ ഫാറവേ ഹാൻഡ് ഉപയോഗിച്ചിട്ട് ഇതിന്റെ ഡോറിന്റെ ട്രിഗറിൽ ഇങ്ങനെ പിടിക്കുക. അതുപോലെ ഡോറിനോട് ചേർന്നുള്ള കൈ ഉപയോഗിച്ചിട്ട് ഇതിന്റെ ഹാൻഡിലും പിടിച്ചിട്ട് ഇതുപോലെ മെല്ലെ ഡോർ തുറക്കുക. ഡോർ ഇങ്ങനെ മെല്ലെ തുറന്നതിന് ശേഷം നമ്മൾ വാഹനത്തിന് വെളിയിലേക്ക് ഇറങ്ങുക. ഡോർ പെട്ടെന്ന് തന്നെ അടയ്ക്കുക. പിന്നെ നമ്മളിവിടെ നിൽക്കരുത്, കാരണം ഹെവി ട്രാഫിക് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഇവിടുന്ന് മാറി നമ്മൾ ട്രാഫിക് ഇല്ലാത്ത സ്ഥലത്തേക്ക് നമ്മൾ മൂവ് ഔട്ട് ചെയ്യും. ഞാനിപ്പോൾ കാണിച്ച ഈ രീതിക്ക് ഡച്ച് റീച്ച് റൂൾ അല്ലെ ഡച്ച് റീച്ച് മെത്തേഡ് എന്നാണ് പറയുന്നത്. നെതർലൻഡ്സിലെ വലിയ ഒരു സൈക്ലിംഗ് കമ്മ്യൂണിറ്റി ഡിറൈവ് ചെയ്തുകൊണ്ടുവന്ന ഒരു ടെക്നിക്കാണിത്. കാരണം നെതർലൻഡ്സിൽ ഈ പാർക്ക്ഡ് വെഹിക്കിളിൽ നിന്നും ആൾക്കാർ പെട്ടെന്ന് അലക്ഷ്യമായി പുറത്തേക്ക് ഇറങ്ങിയിട്ട് ധാരാളം പെഡസ്ട്രിയൻസും സൈക്ലിസ്റ്റുകളൊക്കെ അപകടത്തിൽപ്പെട്ടപ്പോഴത്തേക്കും അവർ ഡിറൈവ് ചെയ്ത് അങ്ങനെ അത് പോപ്പുലറായ ഒരു എന്താ പറയുക ടെക്നിക്കാണിത്. പിന്നെ ഡച്ച് റീച്ച് മെത്തേഡിലെ ഡച്ച് റീച്ച് റൂൾ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇനി നിങ്ങൾ വാഹനത്തിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്കും ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അലക്ഷ്യമായിട്ട് ഡോർ തുറന്ന് ചാടി പുറത്തേക്ക് ഇറങ്ങരുത്, നിങ്ങൾ ശ്രദ്ധിച്ചിറങ്ങുക. അതുപോലെ ഒരു പ്രത്യേക കാര്യം, ഇത് ഡ്രൈവർ മാത്രമല്ല നോക്കേണ്ടത്, വാഹനത്തിലുള്ള എല്ലാ പാസഞ്ചേഴ്സും വാഹനത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഈ ഒരു മെത്തേഡിൽ തന്നെ വേണം വാഹനത്തിൽ നിന്ന് ഇറങ്ങാൻ. കാരണം ഏതെങ്കിലും ഇതിലുള്ള ഒരു ആക്സിഡൻറ്റ് ഡ്രൈവർ അല്ലാതെ ഒരു കോ പാസഞ്ചർ വാഹനത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഉണ്ടായിക്കഴിഞ്ഞാലും അതിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ശരിക്കും ഡ്രൈവർക്ക് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഒരു ലീഗൽ ഇഷ്യൂ വന്നു കഴിഞ്ഞാലും ഡ്രൈവർ തന്നെയാവും കേസെടുക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഡ്രൈവിംഗ് സീറ്റിൽ കയറി ഇരിക്കുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ് നമ്മുടെ തലയിലേക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഓടിക്കുന്നയാൾ മാത്രമല്ല, വാഹനത്തിലുള്ള എല്ലാ ആൾക്കാരും വാഹനത്തിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ പിറകിൽ നിന്നോ സൈഡിൽ നിന്നോ ഒക്കെ ആരെങ്കിലുമൊക്കെ പെഡസ്ട്രിയൻസോ സൈക്ലിസ്റ്റുകളോ അല്ലെങ്കിൽ മറ്റു വാഹനങ്ങളോ വരുന്നില്ല എന്ന് ഉറപ്പാക്കിയതിന് ശേഷം ഇറങ്ങുക. അത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാത്ത ആളുകളോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഫെമിലിയർ അല്ലാത്ത ആൾക്കാരാണോ നമ്മുടെ കോ പാസഞ്ചേഴ്സ് എങ്കിൽ ഓടിക്കുന്ന ആൾ തന്നെ മറ്റുള്ളവരുടെ കാര്യങ്ങൾ, അവരുടെ സുരക്ഷ ഓടിക്കുന്ന ആൾ തന്നെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇല്ലെങ്കിൽ നാളെ വലിയൊരു ലീഗൽ ഇഷ്യൂസിലേക്കൊക്കെ ഒരുപക്ഷെ നമ്മുടെ ഭാഗ്യക്കേടുകൊണ്ട് പോയേക്കാം. അതുകൊണ്ട് ഇനി നിങ്ങൾ വാഹനത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുമെന്ന് ഞാൻ കരുതുന്നു.